2024 സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡിന്റെ വോട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. 2023 തെലുങ്ക്, മലയാളം, തമിഴ്, കന്നഡ ഭാഷകളിൽ ഇറങ്ങിയ സിനിമകൾക്കുള്ള ബെസ്റ്റ് ഫിലിം, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ ഇൻ എ ലീഡിംഗ് റോൾ, ബെസ്റ്റ് ആക്ട്രസ് ഇൻ എ ലീഡിംഗ് റോൾ, ബെസ്റ്റ് ആക്ടർ ഇൻ എ സപ്പോർട്ടിംഗ് റോൾ, ബെസ്റ്റ് ആക്ട്രസ് ഇൻ എ സപ്പോർട്ടിംഗ് റോൾ, ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ, ബെസ്റ്റ് ലിറിക് റൈറ്റർ, ബെസ്റ്റ് പ്ലേബാക്ക് സിംഗർ മെയിൽ, ബെസ്റ്റ് പ്ലേബാക്ക് സിംഗർ ഫീമെയിൽ, ബെസ്റ്റ് ആക്ടർ ഇൻ എ നെഗറ്റീവ് റോൾ, ബെസ്റ്റ് ഡെബ്യൂട്ടന്റ് ആക്ടർ, ബെസ്റ്റ് ഡെബ്യൂട്ടന്റ് ആക്ട്രസ്, ബെസ്റ്റ് ഡെബ്യൂട്ടന്റ് ഡയറക്ടർ, ബെസ്റ്റ് ഡെബ്യൂട്ടന്റ് പ്രൊഡ്യൂസർ, ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ, ബെസ്റ്റ് ആക്ടർ ഇൻ എ കോമഡി റോൾ, ഇങ്ങനെ 17 കാറ്റഗറിക്കുള്ള അവാർഡുകളുടെ വോട്ടിംഗ് ആണ് ആരംഭിച്ചിരിക്കുന്നത്. www.siima.in/vote എന്ന ലിങ്കിൽ കയറി എല്ലാവർക്കും വോട്ട് ചെയ്യാവുന്നതാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അവാർഡാണ് സൈമ. ഒരു ജനപ്രിയ ചലച്ചിത്ര അവാർഡാണ് സൈമ. എല്ലാ ഭാഷകളിലെയും എല്ലാ അവാർഡുകൾക്കും ശക്തമായ മത്സരം തന്നെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് മികച്ച സിനിമ, മികച്ച നടൻ, മികച്ച നടി എന്നീ കാറ്റഗറിയിലേക്ക്. ഇനി മലയാള സിനിമയിലേക്ക് വന്നാൽ 5 മികച്ച സിനിമകളാണ് ഫൈനൽ റൗണ്ടിലേക്ക് ബെസ്റ്റ് ഫിലിം അവാർഡിന് വേണ്ടി സെലക്ട് ആയിരിക്കുന്നത്. മമ്മൂട്ടിയുടെ നൻപകൽ നേരത്ത് മയക്കം, കാതൽ ദിക്കോർ എന്നീ സിനിമകൾക്കും, ജോജു ജോർജിന്റെ ഇരട്ട എന്ന സിനിമയ്ക്കും, ലാലേട്ടന്റെ നേരെ എന്ന സിനിമയ്ക്കും, പിന്നെ മൾട്ടി സ്റ്റാർ ചിത്രമായ 2018 എന്നീ സിനിമകളുമാണ് ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്. മമ്മൂട്ടിയുടെ 2 സിനിമകളാണ് ബെസ്റ്റ് ഫിലിം കാറ്റഗറിയിൽ ഉള്ളത്. മലയാളത്തിലെ ബെസ്റ്റ് ആക്ടർ അവാർഡിനാണ് ശക്തമായ പോരാട്ടം നടക്കുന്നത്. ഈ അവാർഡിന് വേണ്ടി ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ട് ആയിരിക്കുന്നത് 6 പേരാണ്. മമ്മൂട്ടി നൻപകൽ നേരത്ത് മയക്കം, കാതൽ ദിക്കോർ എന്നീ സിനിമകളുടെ അഭിനയത്തിനും, സുരേഷ് ഗോപിക്ക് ഗരുഡൻ എന്ന സിനിമയിലെ അഭിനയത്തിനും, ടോവിനോ തോമസിന് 2018 എന്ന സിനിമയിലെ അഭിനയത്തിനും, ജോജു ജോർജിന് ഇരട്ട എന്ന സിനിമയിലെ അഭിനയത്തിനും, ബേസൽ ജോസഫിന് ഫാലിമി, കഠിന കടോരമി, അണ്ടകടാഹം എന്നീ സിനിമകളിലെ അഭിനയത്തിനും, മോഹൻലാലിന് നേരെ എന്ന സിനിമയിലെ അഭിനയത്തിനുമാണ് സെലക്ട് ആയിരിക്കുന്നത്. ഇതിൽ മമ്മൂട്ടിയും ജോജു ജോർജുമാണ് ശക്തമായ മത്സരം നടക്കുന്നത്. മലയാളത്തിലെ മികച്ച നടിക്കുള്ള അവാർഡിനായി 6 പേരാണ് സെലക്ട് ആയിരിക്കുന്നത്. ജ്യോതിക കാതൽ ദിക്കോർ എന്ന സിനിമയിലെ അഭിനയത്തിനും, മഞ്ജു വാര്യർ ഐഷ എന്ന സിനിമയിലെ അഭിനയത്തിനും, കല്യാണി പ്രിയദർശൻ ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന സിനിമയിലെ അഭിനയത്തിനും, അനശ്വര രാജൻ നേരെ എന്ന സിനിമയിലെ അഭിനയത്തിനും, ദർശന രാജേന്ദ്രൻ പുരുഷപ്രേതം എന്ന സിനിമയിലെ അഭിനയത്തിനും, വിൻസി അലോഷ്യസ് രേഖ എന്ന സിനിമയിലെ അഭിനയത്തിനുമാണ് സെലക്ട് ആയിരിക്കുന്നത്. ഇതിൽ ജ്യോതികയ്ക്കാണ് നിലവിൽ വോട്ട് കൂടുതൽ ലഭിച്ചിരിക്കുന്നത്. ബെസ്റ്റ് ഡയറക്ടർ കാറ്റഗറിയിലേക്ക് 5 പേരാണ് ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ട് ആയിരിക്കുന്നത്. ലിജോ ജോസ് പല്ലിശ്ശേരി നൻപകൽ നേരത്ത് മയക്കം, ജൂഡ് ആന്റണി ജോസഫ് 2018, ജിത്തു ജോസഫ് നേരെ, പ്രിയദർശൻ കൊറോണ പേപ്പേഴ്സ്, ജിയോ ബേബി കാതൽ ദിക്കോർ എന്നിവരാണ് സെലക്ട് ആയിരിക്കുന്നത്. ഇതിൽ ലിജോ ജോസ് പല്ലിശ്ശേരിക്കും ജിയോ ബേബിക്കുമാണ് വോട്ടിംഗ് കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബെസ്റ്റ് ആക്ടറിനെ സപ്പോർട്ടിംഗ് റോളിലേക്ക് സെലക്ട് ആയിരിക്കുന്നത് 5 പേരാണ്. ജഗദീഷ് ഫാലിമി എന്ന സിനിമയിലെ അഭിനയത്തിനും, അലക്സാണ്ടർ പ്രശാന്ത് പുരുഷപ്രേതം എന്ന സിനിമയിലെ അഭിനയത്തിനും, സിദ്ദീഖ് നേരെ എന്ന സിനിമയിലെ അഭിനയത്തിനും, ഹക്കീം ഷാ പ്രണയവിലാസം എന്ന സിനിമയിലെ അഭിനയത്തിനും, ലാല് 2018 എന്ന സിനിമയിലെ അഭിനയത്തിനുമാണ് സെലക്ട് ആയിരിക്കുന്നത്. ഇതിൽ ഹക്കീം ഷായ്ക്കാണ് നിലവിൽ കൂടുതൽ വോട്ട് ലഭിച്ചിരിക്കുന്നത്. മലയാളത്തിലെ ബെസ്റ്റ് ആക്ട്രസിനെ സപ്പോർട്ടിംഗ് റോളിലേക്ക് സെലക്ട് ആയിരിക്കുന്നത് 5 പേരാണ്. പൂർണിമ ഇന്ദ്രജിത്ത് തുറമുഖം എന്ന സിനിമയിലെ അഭിനയത്തിനും, ഐമ റോസ്മി സെബാസ്റ്റ്യൻ RDX എന്ന സിനിമയിലെ അഭിനയത്തിനും, തൻവീറാം 2018 എന്ന സിനിമയിലെ അഭിനയത്തിനും, മഞ്ജു പിള്ളെ ഫാലിമി എന്ന സിനിമയിലെ അഭിനയത്തിനും, രമ്യ നമ്പീശൻ B32 മുതൽ 44 വരെ എന്ന സിനിമയിലെ അഭിനയത്തിനുമാണ് സെലക്ട് ആയിരിക്കുന്നത്. ഇതിൽ മഞ്ജു പിള്ളയ്ക്കാണ് നിലവിൽ കൂടുതൽ വോട്ട് ലഭിച്ചിരിക്കുന്നത്. ഇനി തമിഴിലേക്ക് വന്നാൽ മികച്ച നടനുള്ള അവാർഡിലേക്ക് ഫൈനൽ റൗണ്ടിലേക്ക് സെലക്ട് ആയിരിക്കുന്നത് 6 പേരാണ്. വിജയ് ലിയോ എന്ന സിനിമയിലെ അഭിനയത്തിനും, ശിവകാർത്തികേയൻ മാവീരൻ എന്ന സിനിമയിലെ അഭിനയത്തിനും, വിക്രം പൊന്നിയിൻ സെൽവൻ 2 എന്ന സിനിമയിലെ അഭിനയത്തിനും, ഉദയനിധി സ്റ്റാലിൻ മാമൻ എന്ന സിനിമയിലെ അഭിനയത്തിനും, സിദ്ധാർത്ഥ് ചിത്ത എന്ന സിനിമയിലെ അഭിനയത്തിനും, രജനികാന്ത് ജയിലർ എന്ന സിനിമയിലെ അഭിനയത്തിനുമാണ് സെലക്ട് ആയിരിക്കുന്നത്. നിലവിൽ വിജയ്ക്കാണ് കൂടുതൽ വോട്ട് ലഭിച്ചിരിക്കുന്നത്. തമിഴിൽ ബെസ്റ്റ് ആക്ടറിന്റെ നെഗറ്റീവ് റോളിലേക്ക് ഫഹദ് ഫാസിലും വിനായകനും സുനിൽ സുഗതയും സെലക്ട് ആയിട്ടുണ്ട്. സൈമ 2024 വോട്ടിംഗിൽ നിങ്ങൾ ഇതുവരെ പങ്കെടുത്തില്ല എങ്കിൽ താല്പര്യമുള്ളവർക്ക് ലിങ്കിൽ കയറി വോട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓർക്കുക, ഇതൊരു ജനകീയ അവാർഡാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ മലയാളത്തിലെ ആർക്കൊക്കെയായിരിക്കും അവാർഡ് ലഭിക്കാൻ സാധ്യതയുള്ളതെന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.